ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. ലോകമെമ്പാടുമുള്ള മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം അക്ഷമയോടെ കാത്തിരുന്ന എമ്പുരാൻ ലൂസിഫർ 2 ഫൈനലി നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ദ മോസ്റ്റ് അവൈറ്റഡ്, ദ മോസ്റ്റ് ഹൈപ്ഡ് മൂവി എവർ മെയ്ഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മലയാളം മൂവി ഇൻഡസ്ട്രി. വിത്തൗട്ട് എനി ഡൗട്ട് വി ക്യാൻ സേ ഇറ്റ്സ് എമ്പുരാൻ. നമുക്ക് എല്ലാം അറിയുന്നത് പോലെ ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ സ്വീക്കലായി വരുന്ന എമ്പുരാൻ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ ആശീർവാദ് സിനിമാസും ശ്രീ ഗോകുലം മൂവീസും ചേർന്ന് നമുക്ക് മുന്നിലെത്തിക്കുന്നു. ഒരു മാമത്ത് സ്കെയിലിൽ വേൾഡ് ക്ലാസ് സിനിമകളോട് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് എമ്പുരാൻ നമുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മേക്കിങ്ങും വിഷ്വൽസും ഒക്കെ നമ്മുടെ മലയാള സിനിമയ്ക്ക് ശരിക്കും ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ഷോക്കേസ് ചെയ്യുന്ന ഒരു അബ്സല്യൂട്ട് വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇത്. എടുത്തു പറയേണ്ടത് സുജിത് വാസുദേവിന്റെ സിനിമാറ്റോഗ്രഫിയും അഖിലേഷ് മോഹന്റെ എഡിറ്റിംഗുമാണ്. ലൂസിഫറിലെ പോലെ തന്നെ ഒരു 1 hour മാക്സിമം ആയിരിക്കും ലാലേട്ടൻ ഇതിലും ഉള്ളത്. പക്ഷെങ്കിൽ ആ ഉള്ള സീൻസ് അമ്പോ ഗൂസ് ബംസ് മൂമെന്റ്സ് ആണ്. ഓരോ സീൻസും ശരിക്കും നമുക്ക് ഓരോ ഇൻട്രോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിപ്പോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ലുക്കിലാണെന്നുണ്ടെങ്കിലും അബ്രാം ഖുറേഷിയുടെ ലുക്കിലാണെന്നുണ്ടെങ്കിലും ആ സ്ക്രീൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ തോള് ചരിച്ചിട്ടുള്ള ഒരു നടത്തവും മുണ്ട് മടക്കി കുത്തിയുള്ള ഫൈറ്റും എബ്രാം ഖുറേഷിയുടെ സ്വാഗും തിയേറ്ററിന്റെ ഓളവും കൂടിയായപ്പോൾ ഒരു ലാലേട്ടൻ ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയത് കുറെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു. ലൂസിഫറിലുള്ള ഒരുവിധം എല്ലാ കഥാപാത്രങ്ങളും ഈ സിനിമയിലും ഉണ്ട്. കൂടാതെ മറ്റു ചില കഥാപാത്രങ്ങളും കൂടി വന്നു പോകുന്നു. സയ്യിദ് മസൂദിന്റെ കൂടെ കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ പൃഥ്വിരാജിന് ഇതിൽ ലൂസിഫറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. ടൊവിനോ ആണെന്നുണ്ടെങ്കിലും ടൊവിനോയ്ക്ക് കിട്ടിയ ഭാഗം നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. ലൂസിഫറിൽ ഭയങ്കര വീക്കായ ഡിപ്പെൻഡന്റ് ആയ ഒരു പ്രിയദർശിനിയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു പ്രിയദർശിനി രാംദാസിനെയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും മഞ്ജു വാര്യർക്ക് കിട്ടിയ റോള് ഭയങ്കര സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പല സീൻസിലും ലാലേട്ടനെ പോലെ തന്നെ എന്താ പറയാ സാനിങ്ങനെ എണീറ്റ് നിൽക്കുന്ന ഇതുണ്ടല്ലോ, അതെനിക്ക് കിട്ടി. പിന്നെ ഹിന്ദി എന്നുള്ളവരാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതല്ല വിദേശ ആക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഡബിങ്ങും പെർഫോമൻസും ഒക്കെ നല്ലോണം ബ്ലെൻഡ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ്. അത് ബേസിക്കലി അവർ അവരുടെ ഭാഷ തന്നെ ഉപയോഗിക്കുന്നതിന്റെ കൂടെ ആയിരിക്കും. അവരുടെ ഭാഷ ഇൻ ദ സെൻസ് ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ അവർ ഹിന്ദി മാത്രമാണ്, അവർ മലയാളം രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. അതുപോലെ വിദേശ രാജ്യത്തുള്ള ആക്ടേഴ്സിനെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ അവര് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏച്ചുകെട്ട് ഫീൽ ചെയ്യില്ല, ഒരു നാച്ചുറൽ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് എവിടെയൊക്കെയോ കുറച്ചൊക്കെ ലാഗ് ഉള്ള പോലെ തോന്നി. ബട്ട് സ്റ്റിൽ അത് കവറപ്പ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഹാഫ് ഉള്ളത് കൊണ്ട് മൊത്തത്തിൽ ഇറ്റ്സ് ഫൈൻ. എന്നാൽ ലൂസിഫർ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഹൈ ഇത് കാണുമ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡൗട്ട്. ലൂസിഫറിൽ നമ്മൾ കണ്ട പോലത്തെ അത്ര പഞ്ച് ഡയലോഗ്സ് ഒന്നും ഇതിലുള്ളതായിട്ട് തോന്നിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വർക്ക്ഔട്ട് ആയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തൊക്കെയോ എവിടേക്കോ ഒരു മിസ്സിങ് ഉള്ള പോലെയാണ് ഫീൽ ചെയ്തത്. ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദീപക് ദേവ് നമുക്ക് ഒരുപാട് മാസ്റ്റർ പീസസ് ഇൻക്ലൂഡിംഗ് ലൂസിഫറിൽ തന്നെ തന്നിട്ടുള്ള ആളാണ്. ബട്ട് സ്റ്റിൽ ഇതിൽ എവിടേക്കോ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ കുറച്ച് ലോ ആയ പോലെയാണ് തോന്നിയത്. ഈവൻ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴായാലും ഫൈറ്റ് സീക്വൻസസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു പഞ്ച് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാകുമായിരുന്നു എന്ന് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ലൂസിഫറിന്റെ ടേലന്റ്, അതായത് എബ്രാം ഖുറേഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടേലന്റ് നമ്മളെ കാണിക്കുന്ന നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് തന്നൊരു ഒരു മൊമെന്റ് ആയിരുന്നു ലൂസിഫറിൽ. പക്ഷെങ്കിൽ എൽ3യുടെ ബിഗിനിങ് എന്നോണം ഇതിൽ കാണിക്കുന്ന ടേലന്റ് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു വാവ് ഫാക്ടർ ഒന്നും ആ ഒരു ടേലന്റിൽ തോന്നിയില്ല. ബട്ട് സ്റ്റിൽ അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് സിനിമയിൽ ഉള്ളത് കൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്ന് തന്നെ ഞാൻ പറയുന്നു. ഫിലിം മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് തന്നെയാണ്. നമുക്ക് OTT-യിൽ ഇരുന്ന് കാണുമ്പോൾ ശരിക്കും ഇത്രയും ആ ഒരു എഫേർട്ട് എടുത്ത് അവര് ആ വിഷ്വൽസ് ആയാലും ആ മേക്കിങ്ങിന്റെ ആയാലും ഒരു ഔട്ട്കം നമുക്ക് വീട്ടിലിരുന്ന് കണ്ടാൽ കിട്ടില്ല. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ തന്നെയാണ്. ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ ലൂസിഫർ കാണുമ്പോഴത്തേക്കും അതൊരു കംപ്ലീറ്റ് സിനിമയായിട്ട് നമുക്ക് തോന്നും. ബട്ട് L2 കാണുമ്പോഴത്തേക്കും നമുക്ക് വി നീഡ് ടു വെയിറ്റ് ഫോർ L3 എന്നൊരു ഫീൽ നമുക്ക് കിട്ടും. എന്നാലേ ഈ ഫിലിം കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ കൗണ്ട് ഡൗൺ ഫോർ L3. That's it. Thank you. Signing off.